ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു എക്സൽ വില്ലേജ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സലിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുന്ന രണ്ട് തരത്തിലുള്ള ഡാറ്റയെ കുറിച്ചാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സലിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റയെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ആൽഫ വാല്യൂസ് എല്ലാം ഇൻസേർട്ട് ചെയ്തു അല്ലേ, ഈ കാണുന്ന ലേബിൾസ്. അതുപോലെ തന്നെ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂസും കഴിഞ്ഞ വീഡിയോയിൽ ഇൻസേർട്ട് ചെയ്തു. ഈ കാണുന്ന എമൗണ്ട് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലോട്ട് നേരിട്ട് വരികയാണെങ്കിൽ, കഴിഞ്ഞ രണ്ട് വീഡിയോ കാണാതെ ഈ വീഡിയോയിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ മുകളിൽ കാണുന്ന ലിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലോട്ട് തിരിച്ചു വരിക. അപ്പോൾ എക്സൽ ഇനി നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള മറ്റൊരു ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ഡേറ്റ്സ്. അപ്പോൾ നമുക്ക് ഡേറ്റിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മുകളിൽ ഇവിടെ മന്ത് ഇൻസേർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഇതൊരു ഡേറ്റിൻ്റെ ഒരു എലമെൻ്റാണ്. ഇത് കംപ്ലീറ്റ് ഡേറ്റ് അല്ല, എന്നാൽ ഡേറ്റിൻ്റെ ഒരു എലമെൻ്റാണ് മന്ത്. ഡേറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് 3 എലമെൻറ്റ്സ് ചേർന്നതാണ്: ഡേ, മന്ത്, ഇയർ. ഈ 3 ചേർന്നതാണ് ഡേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണോ അതിനനുസരിച്ച് ഡേറ്റിൻ്റെ ഫോർമാറ്റ് മാറും അല്ലേ. ചിലയിടത്തിപ്പോൾ ഡേ ഫസ്റ്റ്, പിന്നെ മന്ത്, പിന്നെ ഇയർ. ചിലയിടത്താണെങ്കിൽ ഇയർ ഫസ്റ്റ്, പിന്നെ ഡേ, പിന്നെ മന്ത്. അങ്ങനെ പല റീജിയണിലും പല ഫോർമാറ്റിലാണ് ഈ ഡേറ്റ്. പക്ഷേ മെയിനായിട്ട് ഈ ഒരു 3 ആസ്പെക്റ്റ് ചേർന്നതാണ് നമ്മൾ ഡേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മുകളിൽ മന്ത് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ ഒരു വർഷമായിരിക്കും. അപ്പോൾ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇപ്പോൾ ഈ മന്ത് ഇപ്പോൾ ഏത് വർഷത്തിലെ മന്താണ്, ഈ ജാൻ, ഫെബ്, മാർച്ച് എന്നൊക്കെ കൊടുത്തത് ഇപ്പോൾ ഏത് വർഷത്തിലെയാണ്. ഇതിപ്പോൾ 2020 ആണ് വർഷം, അടുത്ത 2021 ആണ്. അപ്പോൾ ഏത് വർഷത്തിലെ മന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മന്തിൻ്റെ കൂടെ നമുക്കൊരു ഇയർ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഈ B3 എന്നുള്ള സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ ജാൻ എന്ന വാല്യൂ ആണുള്ളത്. ഞാനൊരു -2020 ഇയറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ -2020 എന്ന് കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ടാബ് കീ പ്രസ് ചെയ്യാണ്. ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ആ റോയിലെ അടുത്ത സെല്ലിലോട്ട് നമ്മുടെ സെലക്ഷൻ ഷിഫ്റ്റ് ആവണം അല്ലേ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ടാബ് കീ പ്രസ് ചെയ്തു. എന്താ സംഭവിച്ചേ, ഇവിടെ 2 കാര്യം സംഭവിച്ചു. ഒന്ന് ടാബ് കീയാണ്, നമ്മൾ ടാബ് കീ പ്രസ് ചെയ്തപ്പോൾ അടുത്ത സെല്ലോട്ട് സെലക്ഷൻ മാറി. പക്ഷേ അവിടെ വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചത്, നമ്മൾ എന്താ ഇവിടെ ടൈപ്പ് ചെയ്തേ, ജാൻ -2020 എന്നല്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉള്ളത് -20 എന്നാണ്. ഓക്കെ, നമുക്ക് ഈ ഫെബ് എന്നുള്ള കോളത്തിൽ, അതായത് C3 എന്നുള്ള കോളത്തിൽ ഇവിടെ ഞാൻ -2020 എന്ന് ടൈപ്പ് ചെയ്തു. ടാബ് പ്രസ് ചെയ്തു. ഇവിടെയും അതുപോലെ തന്നെ. ഓക്കെ, ഞാൻ ഈ ജാൻ എന്നുള്ള ഫീൽഡിലോട്ട് തിരിച്ചു വന്നു. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ഫോർമാറ്റിലല്ലേ, നമ്മൾ ടൈപ്പ് ചെയ്ത ഫോർമാറ്റും അല്ല, ഡിസ്പ്ലേ ചെയ്യുന്ന ഫോർമാറ്റും അല്ല, വേറൊരു ഫോർമാറ്റിലാണ് നമ്മളിതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ വന്നേ. ഓക്കെ, ഞാൻ എൻ്റർ പ്രസ് ചെയ്തു. വീണ്ടും ജാൻ 20 എന്ന് തന്നെ കാണിക്കുന്നു. ഓക്കെ, ഞാൻ നമ്മുടെ ഈ മാർച്ചിലും അതുപോലെ തന്നെ -2020 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ 3 സെല്ലും മുമ്പ് ലെഫ്റ്റ് അലൈൻഡ് ആയിരുന്നു. ജാൻ എന്ന് കൊടുത്തപ്പോൾ അത് ലെഫ്റ്റ് അലൈൻഡ് ആയിരുന്നു. ഇപ്പോൾ അത് റൈറ്റ് അലൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, മുമ്പ് നമ്മുടെ വാല്യൂവിനെ, ആ ഒരു B3, C3, D3 സെല്ലിലെ വാല്യൂസിനെ എക്സൽ ആൽഫ വാല്യൂസായിട്ട്, ടെക്സ്റ്റ് വാല്യൂസായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനെ ഒരു ഡേറ്റ് വാല്യൂ ആയിട്ടാണ് എക്സൽ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് റൈറ്റ് അലൈനായിട്ട് മാറിയതും നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ ഡേറ്റ്സ് കാണാൻ കഴിയുന്നതും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ആൽഫ വാല്യൂസ് എല്ലാം ലെഫ്റ്റും ന്യൂമറിക്കൽ വാല്യൂസ് റൈറ്റും ആണെന്ന്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഈ ഡേറ്റ് റൈറ്റ് അലൈൻഡായ? എക്സലിൽ മാത്രമല്ല, ഒരുവിധം എല്ലാ ആപ്ലിക്കേഷനിലും ഡേറ്റ്സിനെ അവർ ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമുക്ക് ഡേറ്റിൽ ജാൻ, JAN, ഫെബിൽ FEB എന്നൊക്കെ ഇല്ലേന്ന്, ആൽഫ വാല്യൂസും ഇല്ലേന്ന് ചോദിക്കും. പക്ഷേ അണ്ടർലൈങ് ദേ ആർ ഓൾ ന്യൂമറിക്കൽ വാല്യൂസ് അല്ലേ. ജാൻ എന്ന് പറഞ്ഞാൽ എന്താ, 01. ഫെബ് എന്ന് പറഞ്ഞാൽ 02. അത് നമ്മൾ സെല്ലിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടു. അണ്ടർലൈങ് ദേ ആർ ഓൾ ന്യൂമറിക്കൽ വാല്യൂസ്. അതെല്ലാം ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ടാണ് എക്സലിൽ സ്റ്റോർ ആയിട്ടുള്ളത്. നമ്മൾ എൻ്റർ ചെയ്യുന്നത് JN ആണെങ്കിലും അത് 01 ആയിട്ടാണ്
എക്സലിൽ ഇപ്പോൾ സ്റ്റോർ ആയിട്ടുള്ളത്. ഞാൻ ഈ C3 എന്നുള്ള സെല്ല് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളിപ്പോൾ ഫോർമുല ബാറിൽ വന്ന് നോക്കിയാൽ കാണാൻ കഴിയും, അവിടെ കറക്റ്റ് ഡേറ്റ് ഫോർമാറ്റിലാണ് ആ വാല്യൂ ഉള്ളത്, 1/2/2020. അതായത് DDMM YY എന്നുള്ള ഒരു ഫോർമാറ്റിൽ, ഡേ മന്ത് ഇയർ എന്നുള്ളൊരു ഫോർമാറ്റിലാണ് ഇപ്പോൾ ഈ ഒരു ഡേറ്റ് സ്റ്റോർ ആയിട്ടുള്ളത്. ഇനി ഞാനിപ്പോൾ ഇവിടെ Jan 20 എന്ന് കൊടുത്തു, Feb 20 എന്ന് കൊടുത്തു, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഡിസ്പ്ലേ ആവുന്നത് അല്ലേ. ഇപ്പോൾ Jan 20 എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജാനുവരി മന്തിലെ 20 എന്ന ഡേ ആണോ, അല്ലെങ്കിൽ 2020 ഇയറിലെ ജാൻ എന്ന മന്താണോ. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എനിക്കിത് ക്ലിയർ ആയിട്ട് കൊടുക്കണം, 2020 എന്ന് ക്ലിയർ ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഈ ഡേറ്റിനെ ഇപ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് ഫോർമാറ്റ് ചെയ്യണമല്ലേ. നമുക്കിപ്പോൾ ഡിഫറെൻറ്റ് ഫോമിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്കിതിനെ ഫോർമാറ്റ് ചെയ്യണം. ഫോർമാറ്റിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അത് വേറെ തന്നെ സെഷൻ ആയിട്ടുണ്ട്. എങ്കിലും നമുക്കതിൻ്റെ ബേസിക്സ് ഒന്ന് നോക്കാം ഈ ഒരു ഡേറ്റിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഹോമിൽ പോയിട്ട് ഇവിടെ ഒരു നമ്പർ സെക്ഷൻ ഉണ്ട്. ഈ ഒരു സെക്ഷനെ വിളിക്കുന്ന പേരാണ് നമ്പർ സെക്ഷൻ. ഇവിടെ നമ്പർ സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്പർ ഫോർമാറ്റിങ്ങിൻ്റെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട്. അതിൽ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് കസ്റ്റം എന്നാണ്. നമ്മൾ ഇന്നലെ എൻ്റർ ചെയ്ത് ഈ ഒരു ലേബൽസിലൊക്കെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ജനറൽ എന്ന് കാണിക്കുന്നത്. നമ്മൾ ഇന്നലെ എൻ്റർ ചെയ്ത ഈ എമൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം, അവിടെയും ജനറൽ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ എൻ്റർ ചെയ്ത ഈ ഒരു ഡേറ്റിലോട്ട് വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ കസ്റ്റം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു കസ്റ്റം ഫോർമാറ്റഡ് നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, നമ്പർ, കറൻസി, അക്കൗണ്ടിങ്. എനിക്ക് വേണ്ടത് ഡേറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഷോർട്ട് ഡേറ്റ്, ലോങ് ഡേറ്റ് എന്നുണ്ട്. പക്ഷേ എനിക്ക് വേണ്ട ഒരു ഫോർമാറ്റിലല്ല അതുള്ളത് അല്ലേ. ഇവിടെ 1/3/2022 ഈ ഒരു ഫോർമാറ്റല്ലേ എനിക്ക് വേണ്ടത്. എനിക്ക് Jan-2020 എന്നാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് ഇതിലില്ല. ഓക്കെ, നമുക്ക് ഇവിടെ മോർ നമ്പർ ഫോർമാറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അവിടെ പോയി നോക്കാം. ഇവിടെ നമുക്ക് കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡേറ്റ് ഫോർമാറ്റ്, കുറേ ഡേറ്റ് ഫോർമാറ്റ്സ് അവൈലബിൾ ആണ്. ഞാനപ്പോൾ എനിക്ക് വേണ്ട ഒരു ഫോർമാറ്റ് അതിലുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതിലും എനിക്ക് വേണ്ട ഒരു ഫോർമാറ്റ് ഇതിലും ഇല്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഫോർമാറ്റ് എന്ന് വെച്ചാൽ month-year ആ ഒരു ഫോർമാറ്റാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ഫോർമാറ്റ് ഇതിലും കാണുന്നില്ല. ഇനി ഇവിടെ താഴെ കസ്റ്റം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ കുറേ നമ്പർ ഫോർമാറ്റ്സ്, ഡേറ്റ് ഫോർമാറ്റൊക്കെ അവൈലബിൾ ആണല്ലേ. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഫോർമാറ്റ് ഞാൻ ഇവിടെ ഉണ്ടോ നോക്കാം. ഇവിടെ കുറേ ഫോർമാറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ DDMM YY എനിക്കതല്ല വേണ്ടത്, എനിക്ക് മന്തും ഇയറും മാത്രമാണ് വേണ്ടത്. ഓക്കെ, MMM-YY. അപ്പോൾ ഇത് Jan-20 എനിക്കതല്ല വേണ്ടത്, എനിക്ക് Jan-2020 എന്ന് തന്നെ വേണം. നമുക്ക് നോക്കാം ആ ഒരു ഫോർമാറ്റ് ഇതിൽ അവൈലബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോർമാറ്റ് ഇത് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഫോർമാറ്റിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഇത് കസ്റ്റമാണല്ലോ. അപ്പോൾ നമുക്ക് കസ്റ്റം ആ ഒരു ഫോർമാറ്റ് നമുക്ക് കസ്റ്റമായിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ മുകളിൽ ഞാൻ ഇപ്പോൾ MMM-YY എന്നായത് സെലക്ട് ചെയ്തത്. അപ്പോൾ മുകളിൽ അത് കാണിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് 2 Y കൂടെ ആഡ് ചെയ്യാണ്, YY. അപ്പോൾ MMM-YY എന്ന് ആഡ് ചെയ്തു. ഇനി ഞാൻ ഓക്കെ പ്രസ് ചെയ്യാം. വാവ്, ഓക്കെ, ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഫോർമാറ്റിലോട്ട് ഈ ഒരു ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഫോർമാറ്റിലാണോ നിങ്ങൾക്ക് ഡേറ്റ് വേണ്ടത്, നിങ്ങൾ ചിലപ്പോൾ ഇയർ ആദ്യം കൊടുത്തിട്ട് പിന്നെ ഡേ കൊടുത്ത് പിന്നെ മന്ത് കൊടുക്കാം, ഏത് ഫോർമാറ്റിലാണോ നിങ്ങൾക്ക് ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഫോർമാറ്റിൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ഡേറ്റിനെ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഹോമിൽ ഈ ഒരു നമ്പർ ഫോർമാറ്റിൻ്റെ ഒരു ഓപ്ഷനിൽ പോയിട്ട് അതിൽ മോർ നമ്പർ ഫോർമാറ്റ് അതെടുത്താൽ നിങ്ങൾക്കതിൽ ഇഷ്ടമുള്ള ഏത് ഫോർമാറ്റിലാണ് നിങ്ങൾ കസ്റ്റമായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഫോർമാറ്റ് നിങ്ങൾ കൊടുക്കുക, നിങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റിൽ ഡിസ്പ്ലേ ആവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. നമുക്ക് അടുത്ത വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഫോർമുലാസ്.
അപ്പോൾ എക്സൽ വില്ലേജിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടും രേഖപ്പെടുത്തുക.